മൊബൈലിൻ്റെ ഏത് ഭാഗവും ഇതുപോലെ നമുക്ക് സൂം ചെയ്ത് വളരെ വലുതായി കാണാൻ സാധിക്കും. നിങ്ങൾ ആൻഡ്രോയിഡ് മൊബൈലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എല്ലാ മൊബൈലിലും ഈ ഒരു സെറ്റിംഗ്സ് കാണും. ഇതൊന്ന് എനേബിൾ ചെയ്ത് അതിൻ്റെതായ രൂപത്തിൽ മാറ്റങ്ങൾ വരുത്തിയാൽ മതി. ഏത് ഭാഗവും നിങ്ങൾക്ക് ഇതുപോലെ സൂം ചെയ്ത് കാണാൻ സാധിക്കും. ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. നിങ്ങൾ ഫോട്ടോസ് ആണ് കാണുന്നെങ്കിൽ ചില ഫോട്ടോസിലെ വ്യക്തികളെ കാണുന്നില്ല എങ്കിൽ അവിടെ നിങ്ങൾക്ക് ഇതുപോലെ സൂം ചെയ്ത് വലുതായിട്ട് അത് ആരാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി എഴുത്തുകൾ വായിക്കുന്ന ആളാണെങ്കിൽ ചില ചെറിയ എഴുത്തുകൾ നമുക്ക് കണ്ണിൽ കാണുകയില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ സൂം ചെയ്ത് വളരെ വലുതായിട്ട് നിങ്ങൾക്കത് വായിക്കാനും മനസ്സിലാക്കാനും സാധിക്കും. ഇനി നിങ്ങൾ വീഡിയോ ആണ് കാണുന്നെങ്കിൽ ഒരുപാട് വ്യക്തികൾ വീഡിയോയിലുണ്ടെങ്കിൽ ചില വ്യക്തികളെ അതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ അവിടെ പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ സൂം ചെയ്തിട്ട് ഇതാരാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനും സാധിക്കും. എവിടെയാണ് ഈ സെറ്റിംഗ്സ് ഉള്ളത്, എന്തൊക്കെയാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ ഇന്നത്തെ വീഡിയോയുടെ വിശദമായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ രണ്ട് മൊബൈലുകൾ എടുത്തിട്ടുണ്ട്. ഒന്ന് സാംസങ്ങിൻ്റെതും അതുപോലെ തന്നെ ഒന്ന് റിയൽമിയുടെ മൊബൈലും. രണ്ട് മൊബൈലിലും സെറ്റിംഗ്സ് ഉണ്ട്, പക്ഷേ വ്യത്യസ്തമായ രീതിയിലാണ് ഉള്ളത്. അതുകൊണ്ടാണ് രണ്ട് മൊബൈലിലും കാണിക്കുന്നത്. ഇപ്പോൾ സാംസങ്ങിൻ്റെ മൊബൈലിലെ സെറ്റിംഗ്സ് ഞാൻ ഓപ്പൺ ചെയ്യാണ്. എന്നിട്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ആക്സസിബിലിറ്റി എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന വിസിബിലിറ്റി എൻഹാൻസ്മെൻറ്റ്സ് എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് കുറച്ചുകൂടി താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മാഗ്നിഫിക്കേഷൻ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇത് ഓഫിലാണെങ്കിൽ അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. വൺ ഹാൻഡ് മോഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്യാൻ കാണിക്കും. അതൊന്ന് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഈ ഒരു എഴുത്തിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. മുകളിലുള്ള ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഐക്കൺ നമുക്ക് ലഭിക്കും. ഇതൊരു ആക്സസിബിലിറ്റിൻ്റെ ഷോർട്ട് കട്ടാണ്, അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കാം. താഴെ 3 ഓപ്ഷൻസ് ഉണ്ട്. ഇത് 3 നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, ഇവിടെ പ്രസ് ആൻഡ് ഹോൾഡ് വോളിയം അപ്പ് ആൻഡ് ഡൗൺ കീസ് ഫോർ 3 seconds അങ്ങനെയും ഈ സൂം ഓപ്ഷൻ നമുക്ക് എനേബിൾ ചെയ്യാം. പിന്നെ പ്രസ് സൈഡ് ആൻഡ് വോളിയം അപ്പ് കീസ് അങ്ങനെയും നമുക്ക് സൂം ഓപ്ഷൻ ഓൺ ചെയ്യാം. പിന്നെ ഇവിടെ താഴെയായിട്ട് ട്രിപ്പിൾ ടാപ്പ് സ്ക്രീൻ എന്ന ഓപ്ഷൻ ഉണ്ട്. അതും നമുക്ക് അങ്ങനെയും ഓൺ ചെയ്യാം. എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് ഇത് രണ്ടും എനിക്ക് ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാം എനേബിൾ ചെയ്യാം. ഇത് ഞാൻ എനേബിൾ ചെയ്തിട്ടുണ്ട്. ഇനി ട്രിപ്പിൾ ടാപ്പ് ചെയ്ത് നോക്കാം. തുരുതുരെ ഇങ്ങനെ ട്രിപ്പിൾ ടാപ്പ് ചെയ്യുമ്പോൾ കണ്ടോ സൂമിൻ്റെ ഓപ്ഷൻ എനേബിൾ ആയി വന്നിട്ടുണ്ട്. മൊബൈലിൻ്റെ ഏത് ഭാഗവും നിങ്ങൾക്ക് സൂം ചെയ്യാം. അതുപോലെ തന്നെ ട്രിപ്പിൾ ടാപ്പ് ചെയ്തിട്ട് നമുക്ക് ഓഫ് ചെയ്യാനും സാധിക്കും. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ട്രിപ്പിൾ ടാപ്പ് ചെയ്യാണ്. കണ്ടോ ഇവിടെ സൂമിൻ്റെ ഓപ്ഷൻ ഓണായി. നമുക്ക് എത്ര വേണമെങ്കിൽ ഇതുപോലെ സൂം ചെയ്യാം. ഓക്കെ, ഇനി അതുപോലെ തന്നെ ട്രിപ്പിൾ ടാപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഓഫ് ചെയ്യാനും സാധിക്കും. പിന്നെ നമുക്ക് ഇതുപോലെ സൂം ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, ഇനി നമുക്ക് ആവശ്യമുള്ള ഏത് ഭാഗവും ഇതുപോലെ ട്രിപ്പിൾ ടാപ്പ് ചെയ്താൽ മതി. നമുക്കിതുപോലെ വളരെ വലിപ്പത്തിൽ സൂം ചെയ്ത് കാണാനും വായിക്കാനും മനസ്സിലാക്കാനും ഒക്കെ സാധിക്കും. ഇതുപോലെ തന്നെ നമുക്ക് റിയൽമിയുടെ മൊബൈലിലും ഓപ്ഷൻ ഉണ്ട്. അതിനായിട്ട് നമ്മൾ അതിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആക്സസിബിലിറ്റി ആൻഡ് കൺവീനിയൻസ് എന്ന ഓപ്ഷനാണ് ഉള്ളത്. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഏറ്റവും മുകളിൽ ആക്സസിബിലിറ്റിൻ്റെ ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ മുകളിൽ ഒരുപാട് ടാബുകൾ കാണാൻ സാധിക്കും. അതിൽ വിഷൻ എന്ന ഈ ഒരു ടാബ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് താഴെയായിട്ട് മാഗ്നിഫിക്കേഷൻ എന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇത് ഞാൻ ഓൾറെഡി ഓൺ ചെയ്തതാണ്. ഇത് ഓഫിലാണെങ്കിൽ അതൊന്ന് ഓൺ ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഇവിടെ ഈ ഷോർട്ട് കട്ട് എന്ന ഈ ഒരു എഴുത്തിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ 3 ഓപ്ഷൻസ് നമുക്ക് ലഭിക്കും. ഞാൻ ഇതിൽ സെലക്ട് ചെയ്തത് ട്രിപ്പിൾ ടാപ്പ് തന്നെയാണ്. ആവശ്യമുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ഇതിലും ട്രിപ്പിൾ ടാപ്പ് തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് മൊബൈലിൻ്റെ ഏത് ഭാഗവും ഇതുപോലെ ട്രിപ്പിൾ ടാപ്പ് ചെയ്തിട്ട് സൂം ചെയ്ത് കാണാൻ സാധിക്കും. ഓക്കെ, ഏത് ഭാഗം നിങ്ങൾ ഏതാണ് ഓപ്പൺ ചെയ്യുന്നത്, വീഡിയോ ആയാലും ഫോട്ടോ ആയാലും ഏത് എഴുത്താണെങ്കിലും നിങ്ങൾക്ക് അവിടെ ട്രിപ്പിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓൺ ചെയ്യാം. പിന്നെ ട്രിപ്പിൾ ടാപ്പ് ചെയ്തിട്ട് അത് ഓഫ് ചെയ്യാനും സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. ഇവിടെ നല്ല രൂപത്തിൽ നമുക്ക് സൂം ആയിട്ട് വരുന്നുണ്ട്. ഇനി ട്രിപ്പിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഓഫ് ചെയ്യാൻ സാധിക്കും. പിന്നെ സൂം ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, പിന്നെ ഇതുകൊണ്ട് ചില പ്രശ്നങ്ങളുണ്ട് എന്ന് ആളുകൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡയൽ പാഡ് ഓപ്പൺ ചെയ്തിട്ട് ഇപ്പോൾ OTP അല്ലെങ്കിൽ ഒരു മൊബൈൽ നമ്പറൊക്കെ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ ഒരേ അക്കം 3 പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ അതേപോലെ നമ്മൾ പ്രസ് ചെയ്യുമല്ലോ. അങ്ങനെ പ്രസ് ചെയ്യുമ്പോഴും സൂമിൻ്റെ ഓപ്ഷനാണ് ഓൺ ആകുന്നത്. ഞാനിപ്പോൾ 2ൻ്റെ ഭാഗത്ത് 3 പ്രാവശ്യം ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ 2 ഡയൽ ചെയ്യാൻ സാധിക്കുന്നില്ല. സൂമിൻ്റെ ഓപ്ഷൻ ഓപ്പൺ ആകുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഡയൽ ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ 8 എന്ന ഭാഗത്ത് 3 പ്രാവശ്യം തുരുതുരെ പ്രസ് ചെയ്യുമ്പോൾ 8 ഡയൽ ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് തുരുതുരെ പ്രസ് ചെയ്യാതെ 8 ഇങ്ങനെ വിട്ട് നിങ്ങൾ പ്രസ് ചെയ്യുക. 2 പ്രാവശ്യം 2 പ്രസ് ചെയ്യുക, പിന്നെ കുറച്ച് വിട്ടിട്ട് പിന്നെ 1 പ്രാവശ്യം പ്രസ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്കിത് ഈ ഒരു ഓപ്ഷൻ എനബിൾ ആകുകയില്ല. തുരുതുരെ പ്രസ് ആകുമ്പോൾ മാത്രമാണ് എനബിൾ ആകുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഉപയോഗിച്ചിട്ട് അഭിപ്രായം പറയാം. ഓക്കെ.
അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.